ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റിലുള്ള ബൺദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത്. 2 ക്യാരറ്റ് എടുത്ത് കഷ്ണങ്ങളാക്കി മിക്സിന്റെ ജാർക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. 3 ടീസ്പൂണ് ചോറ് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂണ് ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരച്ചെടുത്ത ഇതിലേക്ക് തന്നെ 1/2 കപ്പ് തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ തിക്ക് ബാറ്ററാക്കി അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. രാത്രിയാണ് നമ്മൾ ഇത് അരച്ചെടുത്ത് വെക്കേണ്ടത്. രാവിലെ ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ആ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ചെറിയുള്ളി കട്ട് ചെയ്തതും 1 ടീസ്പൂൺ ചെറിയ ജീരകം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ അപ്പവും നമ്മൾ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ക്യാരറ്റ് വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള ബൺദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.